നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +1 തുല്യത പരീക്ഷ എഴുതാൻ പോകുന്ന ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങൾ എടുത്തു പഠിക്കുന്ന പഠിതാക്കൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ നിന്ന് 7ാമത്തെ ചാപ്റ്ററാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിൽ വളർച്ചയും അനൗപചാരികവൽക്കരണവും മറ്റു പ്രശ്നങ്ങളും എന്ന ഒരു ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ്, അതായത് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകരിക്കും. ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്ലാസ് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ഇത്തരം ക്ലാസ്സുകൾ +1 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ ചാനലിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, തൊഴിൽ ജനപങ്കാളിത്തം എന്താണ് എന്നാണ് ചോദ്യം. തൊഴിൽ ജനപങ്കാളിത്തം ഇത് 2 മാർക്കിനും 1 മാർക്കിനും ചോദിക്കുന്ന ചോദ്യമാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെന്റ് എന്നാണ് പറയുക. തൊഴിലിൽ ജനപങ്കാളിത്തം അല്ലെങ്കിൽ തൊഴിൽ ജനപങ്കാളിത്തം എന്താണെന്നാ. അപ്പോൾ നമുക്കിവിടെ ഇതിനൊരു ഇക്വേഷൻ രൂപത്തിൽ കൊടുക്കാൻ പറ്റും. അതായത് തൊഴിൽ ജനപങ്കാളിത്തം സമം ആകെ തൊഴിലാളികൾ ഡിവൈഡഡ് ബൈ ജനസംഖ്യ ഇൻറ്റു 100 എന്നാണ് സമവാക്യം. തൊഴിൽ ജനപങ്കാളിത്തം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തൊഴിൽ ജനപങ്കാളിത്തം അതിൻ്റെ റേഷ്യോ കാണാൻ, അല്ലെങ്കിൽ തൊഴിൽ ജനപങ്കാളിത്തം എന്താണ്? മൊത്തം തൊഴിലാളികളെ, അതായത് ഒരു രാജ്യത്തിലെ മൊത്തം തൊഴിലാളികളെ ആ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട്, ജനങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുകയും 100 കൊണ്ട് ഗുണിക്കുകയും ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. തൊഴിൽ ജനപങ്കാളിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ തൊഴിലാളികളെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുകയും പിന്നീട് 100 കൊണ്ട് ഗുണിക്കുകയും ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് കുട്ടികൾക്ക്, അതായത് കഴിഞ്ഞ ഈ മാർച്ചിൽ നടന്ന പരീക്ഷയിൽ റെഗുലർ സ്റ്റുഡൻസിന്, കുട്ടികൾക്ക് സ്കൂളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് നമുക്ക്, അതായത് തൊഴിൽ ജന പങ്കാളിത്തത്തെ കാണിക്കുന്ന ഒരു പട്ടിക താഴെ തന്നിരിക്കുന്നു. അതിന് ബേസ് ചെയ്തിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ പട്ടിക ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഈ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ സ്ത്രീകൾ, പുരുഷന്മാർ, അതിൻ്റെ ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ തൊഴിൽ ജന പങ്കാളിത്തം, അതിൻ്റെ ടോട്ടൽ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ നഗരങ്ങളിലും ഉള്ള ആളുകളുടെ ശതമാനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതായത് ടോട്ടൽ ഇത്രയുണ്ട്, ആണുങ്ങൾ ഇത്ര, അല്ലെങ്കിൽ പുരുഷന്മാർ ഇത്ര എണ്ണം ആളുകൾ തൊഴിലെടുക്കുന്നു, സ്ത്രീകൾ ഇത്രയേ ഉള്ളൂ, പിന്നെ ഗ്രാമങ്ങളിൽ ഇത്രയുണ്ട്, നഗരങ്ങളിൽ ഇത്രയുണ്ട് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഞാനതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനൊരു ടേബിളാണ് പരീക്ഷയ്ക്ക് തരിക. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ തന്നിട്ട് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുക. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? അതായത് ഈ ടേബിൾ നോക്കിയിട്ട് ടേബിളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊന്ന് പോയിന്റ് ആക്കി വിവരിച്ചാൽ മതി. ഓക്കെ, ഒരു 3 മാർക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം നമുക്കിവിടെ പറയേണ്ടത് ഇങ്ങനെ തന്നെയാണ്, ഈ ചോദ്യം തന്നെയാണ് വരിക. ഈ ചോദ്യം വരികയാണെങ്കിൽ ഇത് തന്നെ വരുള്ളൂ. ഈ ടേബിളിൽ ഇങ്ങനെ തന്നെ ഈ സംഖ്യകൾ തന്നെയാണ് വരിക. ഓട്ടെ, അപ്പോൾ മലയാളത്തിലും ഉണ്ടാവും. ഞാനിവിടെ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ഈ ടേബിളിൽ പറയുന്ന കാര്യം എന്താണ്? 39% ജനങ്ങൾ എന്താണ്? വർക്കേഴ്സാണ്, അല്ലേ? അതായത് പോപ്പുലേഷനിൽ 39% ആളുകളും ജോലിക്കാരാണ് എന്നുള്ളതാണ്. 39% ആളുകളും ജോലിക്കാരാണ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ തൊഴിൽ ജന പങ്കാളിത്തത്തിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ അനുപാതം ഏകദേശം 40% ഗ്രാമങ്ങളിലും 35.5% നഗരങ്ങളിലുമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പട്ടിക പ്രകാരം എന്താ പറയുന്നത്? 35.5% ആളുകൾ നഗരങ്ങളിലും അതുപോലെ 40% ആളുകൾ ഗ്രാമങ്ങളിലും തൊഴിലെടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ എണ്ണം കൂടുതലാണ്. തൊഴിലെടുക്കുന്ന സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ എണ്ണം കൂടുതലാണ്. ഓക്കെ, അത് എത്രത്തോളം ഉണ്ട്? അതായത് അർബൺ ഏരിയാസിൽ, അതായത് നഗരങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്.
ഗ്രാമങ്ങളിലാണെങ്കിൽ സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലുമാണ്. ഓക്കെ, അപ്പോൾ നഗരം അതുപോലെ തന്നെ ഗ്രാമം തരംതിരിച്ചാണ് നമ്മൾ അതിൻ്റെ അളവ് നോക്കുന്നതെങ്കിൽ വുമൺ വർക്കർ പാർട്ടിസിപ്പേഷൻ, അതായത് തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ അളവ് എന്ന് പറയുന്നത് പങ്കാളിത്തം, സ്ത്രീ തൊഴിലാളികളുടെ പങ്കാളിത്തം ഗ്രാമങ്ങളിൽ 25% ഉണ്ട്, നഗരങ്ങളിലാണെങ്കിൽ 15% മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് അവിടെ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു 4 പോയിന്റ് കൂടെ വിവരിച്ചാൽ മതി. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ചിലപ്പം വരും, അതുകൊണ്ടാണ് ഞാനതൊന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വിവിധ തരം തൊഴിലാളികൾ ഏതൊക്കെയാണ്? അതൊന്ന് വിവരിക്കാൻ വേണ്ടി പറയും. വിവിധ തരം തൊഴിലാളികൾ. ഓക്കെ, അപ്പോൾ തൊഴിലാളികളെ നമ്മൾ പ്രധാനമായിട്ടും 3 തരംതിരിച്ചിട്ടുണ്ട്. തൊഴിലാളികളെ പ്രധാനമായും 3 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, സ്ഥിരം ശമ്പളത്തിന് തൊഴിലെടുക്കുന്നവർ. ഒന്നാമത്തേത് സ്ഥിരം ശമ്പളത്തിന് തൊഴിലെടുക്കുന്നവർ. അവരുടെ പ്രത്യേകത എന്താ? അതിനെ ആ പേര് തന്നെ ഉണ്ട്, അവർക്ക് സ്ഥിരമായിട്ട് ശമ്പളം ലഭിക്കുന്നവരാണ് അല്ലേ? ഏതൊക്കെ ഫീൽഡിലുള്ളവരായിരിക്കും? ഗവൺമെൻറ് സെക്ടറിൽ തൊഴിലെടുക്കുന്നവർ, പ്രൈവറ്റ് കമ്പനികളിൽ തൊഴിലെടുക്കുന്നവർ, പ്രൈവറ്റ് സെക്ടർ കമ്പനീസിലൊക്കെ തൊഴിലെടുക്കുന്ന ആളുകൾ, ഇവരൊക്കെയാണ് ഏത് റെഗുലർ സാലറീഡ് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ശമ്പളത്തിന് തൊഴിലെടുക്കുന്നവർ. ഇവരുടെ പ്രത്യേകത എന്താ? ഇവർക്ക് കൃത്യമായിട്ട് ശമ്പളം ലഭിക്കുന്നു, അതുപോലെ കൃത്യമായിട്ടുള്ള ലീവ് ഉണ്ടാകും. ഓക്കെ, അതായത് ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധികൾ ഉണ്ടാകും. ഓക്കെ, പിന്നെന്താണ്? അവർക്ക് പ്രസവാവധികൾ ഉണ്ടാകും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, നേരെ മറിച്ച് രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് കാഷ്വൽ വർക്കേഴ്സ് ആണ്. ആരാ കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ? കൂലിപ്പണിക്കാരാണ്. കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ കാണാൻ നമുക്ക് സാധിക്കും, ഫാമേഴ്സ് ഉണ്ട് അല്ലെ, ഫാമുകളിൽ തൊഴിലെടുക്കുന്ന കർഷകർ, അതുപോലെ ഫേംസ്, അതായത് നമ്മുടെ നിർമ്മാണ സ്ഥാപനങ്ങളിലൊക്കെ തൊഴിലെടുക്കുന്നവർ, കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ പണിയെടുക്കുന്നവർ, ഇവരൊക്കെ ഉൾപ്പെടുന്നവരാണ്. ഈ ദിവസക്കൂലിക്ക് വേണ്ടി തൊഴിലെടുക്കുന്നവർ ഉൾപ്പെടുന്നതാണ് കൂലിപ്പണിക്കാർ എന്ന് പറയുന്നത്. കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന ആളുകൾ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മറ്റൊന്ന് മൂന്നാമത്തേത് സെൽഫ് എംപ്ലോയിഡ് ആണ്, സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായിട്ട് ഷോപ്പ് നടത്തുക, അതിൻ്റെ ഉടമയും അതിൻ്റെ തൊഴിലാളിയും ഒക്കെ സ്വന്തം തന്നെ. അതുപോലെ തന്നെ ഈ സ്മാൾ സ്കെയിൽ എൻ്റർപ്രൈസസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ചെറുകിട വ്യവസായങ്ങളൊക്കെ നടത്തല്ലോ, അതുപോലെ തന്നെ ഒരു മീഡിയം എൻ്റർപ്രൈസസ് ഒക്കെ നടത്തുന്ന ആളുകൾ, അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ, വക്കീലന്മാർ, ഇവരൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്? ഈ സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർ എന്നുള്ളത്. ഓക്കെ, അപ്പം 3 തരം തൊഴിലാളികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് സ്ഥിരം ശമ്പളത്തിന് തൊഴിലെടുക്കുന്നവർ, രണ്ടാമത്തേത് കൂലിപ്പണിക്കാർ അല്ലെങ്കിൽ കൂലി വേലക്കാർ, മൂന്നാമത്തേത് സ്വയം തൊഴിൽ ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ ഏതാണ് കാണുക? സെൽഫ് എംപ്ലോയിഡ് ഫോം ഓഫ് ലാർജസ്റ്റ് ചങ്ക് ഓഫ് ദ വർക്ക് ഫോഴ്സ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള വർക്ക് ഫോഴ്സ് ഏതാണ്? അത് സെൽഫ് എംപ്ലോയിഡ് ആണ് കേട്ടോ. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ 3 തരം തൊഴിലാളികളെ പഠിക്കുക. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമിയാണ്. ഇത് നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഇവിടെ ഈ ചാപ്റ്ററിൽ പറയുന്നതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. വിവിധ തരം സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ ഏതൊക്കെയാണ്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമായും 3 മേഖലകളാണ്, തൊഴിൽ മേഖലകളാണ് ഉണ്ടാവുക. ഒന്ന് പ്രൈമറി, അതായത് പ്രാഥമിക മേഖല, രണ്ടാമത്തേത് സെക്കൻഡറി, അതായത് ദ്വിതീയ മേഖല, മൂന്നാമത്തേത് ടെർഷ്യറി, അതായത് തൃതീയ മേഖല. ഈ പ്രൈമറി എന്ന് പറയുന്നത് പ്രാഥമിക മേഖല നമുക്ക് എവിടെ കാണാൻ കഴിയുക? അത് ഗ്രാമങ്ങളിലാണ് കാണാൻ പറ്റുക. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും നടക്കുന്ന മേഖല അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് എന്നാണ്. അതായത് കൃഷി ഉണ്ടാവും, കൃഷിപ്പണി ചെയ്യുന്നവർ, അതുപോലെ ക്വാറികൾ, അതുപോലെ ഖനനം, അതുപോലെ ഫിഷറീസ്, മത്സ്യബന്ധനം, കന്നുകാലി വളർത്തൽ, മരം നട്ടു വളർത്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമിക മേഖല എന്ന്
എന്നുള്ളത്. രണ്ടാമത്തേത് സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയ മേഖലയാണ്. എല്ലാതരം നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്ന മേഖലയ്ക്ക് വിളിക്കുന്ന പേരാണ് സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയ മേഖല. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്ന മേഖല. മൂന്നാമത്തേത് ടെർഷ്യറി ആണ്, അതായത് സേവന മേഖലയാണ്. അവിടെ വ്യാപാരവും അതുപോലെ തന്നെ കച്ചവടമൊക്കെ നടക്കുന്നതാണ്. സർവീസ്, സേവന പ്രവർത്തനങ്ങൾ, എല്ലാത്തരം സേവന പ്രവർത്തനങ്ങളും നടക്കുന്ന മേഖല. വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ പറഞ്ഞ സേവന മേഖല. അപ്പം 3 തരം മേഖലകളുണ്ട് എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 3 തരം മേഖലകൾ. അത് ചിലപ്പോൾ ചാർട്ട് തയ്യാറാക്കാനോ അല്ലെങ്കിൽ പട്ടികപ്പെടുത്താൻ 3 കോളം തന്നിട്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്നിവ അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ഉൾപ്പെടുത്തി എഴുതാനോ ഒക്കെ ചോദിക്കും. ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ 3 തരം തൊഴിലാളികളെ നമ്മൾ 2 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതായത് താഴെ തന്നിരിക്കുന്നവയെ ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ, അതായത് ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ സംഘടിത മേഖലയാണ്, ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ അസംഘടിത മേഖലയാണ് എന്നിങ്ങനെ തരംതിരിക്കാൻ വേണ്ടി പറയും. അപ്പോൾ സംഘടിത മേഖലയിൽ ഉൾപ്പെടുന്നത് ആരാണ്? സംഘടിത മേഖലയിൽ ഉൾപ്പെടുന്നത് സ്ഥിരം ശമ്പളത്തിന് തൊഴിലെടുക്കുന്ന ആളുകളെല്ലാം എവിടെ ഉൾപ്പെടും? ഫോർമൽ സെക്ടറിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ ഫോർമൽ സെക്ടർ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? സ്ഥിരം ശമ്പളത്തിന് തൊഴിലെടുക്കുന്ന ആളുകൾ ഉൾപ്പെടുന്ന മേഖലയാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ചോദിക്കുക. അതായത് നമുക്ക് എക്സാമ്പിൾ തരും, ഫോർമൽ സെക്ടറിലേക്കും ഇൻഫോർമൽ സെക്ടറിലേക്കും, അതായത് സംഘടിത മേഖലയിലേക്കും അസംഘടിത മേഖലയിലേക്കും എഴുതേണ്ട ഉദാഹരണങ്ങൾ നമുക്ക് തരും. താഴെ തന്നിരിക്കുന്നവയെ സംഘടിത മേഖല, അസംഘടിത മേഖല എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദ്യം ഉണ്ടാവുക. അപ്പോൾ ആ താഴെ തന്നിരിക്കുന്നവയെന്ന് പറയുമ്പോൾ അവിടെ കുറേ എക്സാമ്പിൾസ് ആണ് തരുന്നുണ്ടാവുക. അപ്പോൾ സംഘടിത മേഖലയിൽ ഉൾപ്പെടുന്നത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ തൊഴിലെടുക്കുന്ന ആളുകളാണ്. അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ, സ്വകാര്യ മേഖലയിൽ, കമ്പനികളിൽ തൊഴിലെടുക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ അങ്ങനെ പറയുന്നതിന് പകരം ഗവൺമെൻറ് ടീച്ചർ എന്ന് പറയാം, അതുപോലെ തന്നെ KSRTC കണ്ടക്ടർ എന്ന് പറയാം. ഇതൊക്കെ ഗവൺമെൻറ് സെക്ടറിലുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ എക്സാമ്പിൾ തരും. അപ്പോൾ അത് നമ്മൾ ഫോർമൽ സെക്ടർ അല്ലെങ്കിൽ സംഘടിത മേഖലയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുമ്പോൾ അത് ഏതിലാണ് വരുന്നത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വയം തൊഴിൽ ചെയ്യുന്നവരും കൂലിപ്പണിക്കാരും ഉൾപ്പെടുന്നതാണ് ഏത്? ഈ പറഞ്ഞ ഇൻഫോർമൽ സെക്ടർ, അസംഘടിത മേഖല എന്നുള്ളത്. അത് സംഘടിതമല്ല അവർ. മറ്റത് നേരത്തെ പറഞ്ഞത് സംഘടിത മേഖലയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാർക്ക് എല്ലാതരം ആനുകൂല്യങ്ങളും കിട്ടുമ്പോൾ അസംഘടിത മേഖലയുള്ളവർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പെൻഷൻ ഉണ്ടാവില്ല, അവധിയോടുകൂടിയുള്ള ശമ്പളം ഉണ്ടാവില്ല, അവധി ഉണ്ടാവില്ല, ഇതൊന്നുമില്ല. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമുക്ക് ഏതിൽ എക്സാമ്പിൾ പറയുക? ഇൻഫോർമൽ സെക്ടർ അല്ലെങ്കിൽ അസംഘടിത മേഖലയിൽ എക്സാമ്പിൾ പറയുക. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3-4 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ചോദ്യം മനസ്സിലായോ? താഴെ തന്നിരിക്കുന്നവയെ സംഘടിത മേഖല, അസംഘടിത മേഖല എന്നിങ്ങനെ തരംതിരിക്കുക എന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഓക്കെ, ദെൻ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, എന്താണ് തൊഴിലില്ലായ്മ? തൊഴിലില്ലായ്മ, വിവിധ തരം തൊഴിലില്ലായ്മകൾ ഏതൊക്കെയാണ്? തൊഴിലില്ലായ്മ എന്താണ്? വിവിധ തരം തൊഴിലില്ലായ്മകൾ ഏതൊക്കെയാണ്? അപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലെടുക്കാൻ തയ്യാറായിട്ടും തൊഴിൽ കിട്ടാത്ത അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് തൊഴിലില്ലായ്മ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ തൊഴിലെടുക്കാൻ തയ്യാറായി വന്നിട്ടും അയാൾക്ക് തൊഴിൽ കിട്ടുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ തൊഴിലില്ലായ്മ എന്ന് പറയുക. ഓക്കെ, തൊഴിലെടുക്കാൻ തയ്യാറായി വന്നു എന്ന് പറഞ്ഞാൽ നിശ്ചിത കൂലി എന്താണ് മുതലാളി പറയുന്ന, ഉടമസ്ഥൻ പറയുന്ന കൂലി എന്താണോ, എത്ര സമയത്തേക്കാണ് ജോലി ചെയ്യേണ്ടത്, അതൊക്കെ പാലിക്കാൻ തയ്യാറായിട്ടും ഒരാൾ തൊഴിലെടുക്കാൻ വന്നിട്ട് പോലും അയാൾക്ക് തൊഴിൽ കിട്ടുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിവിധ തരം തൊഴിലില്ലായ്മകളുണ്ട്. അതിലൊന്ന് ബുക്കിൽ നമുക്ക് പ്രധാനമായിട്ടും 3 തരം തൊഴിലില്ലായ്മകളാണ് പറയുന്നത്. അതിലൊന്നാമത്തെ തൊഴിലില്ലായ്മ പ്രത്യക്ഷ തൊഴിലില്ലായ്മയാണ്. പ്രത്യക്ഷ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതിൻ്റെ തിയറി ഇത് തന്നെയാണ്. അതായത് തൊഴിലെടുക്കാൻ തയ്യാറായിട്ടും തൊഴിൽ കിട്ടാത്ത അവസ്ഥയ്ക്കാണ് പ്രത്യക്ഷ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. തൊഴിലെടുക്കാൻ തയ്യാറായിട്ടും തൊഴിൽ കിട്ടാത്ത അവസ്ഥ, അതായത് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ടൗണിലൊക്കെ തൊഴിലെടുക്കാൻ വേണ്ടി ആരെങ്കിലും തൊഴിലിന് വിളിക്കുമെന്ന് വിചാരിച്ച്, ജോലിക്ക് വേണ്ടി ആരെങ്കിലും വിളിക്കുമെന്ന് കരുതിക്കൊണ്ട് തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്? ടൗണിലൊക്കെ കാത്തു നിൽക്കാറുണ്ട്. അങ്ങനെ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോയാലേ ജോലി ഉണ്ടാവുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അന്ന് അവർക്ക് തൊഴിൽ ഇല്ലാതെ
ഇല്ലാതാകുന്നു. അത്തരം തൊഴിലില്ലായ്മയാണ് പ്രത്യക്ഷ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മറ്റൊന്ന് പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ്. പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു തൊഴിൽ സ്ഥലത്ത് ആവശ്യത്തിലധികം ആളുകൾ തൊഴിലെടുക്കാൻ വന്നാൽ ആ അധികമുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്ന തൊഴിലില്ലായ്മയ്ക്ക് പറയുന്ന പേരാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അതായത് എന്താണ്? ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ തൊഴിലെടുക്കാൻ വരുമ്പോൾ ആ അധികമുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്ന തൊഴിലില്ലായ്മ. സ്വാഭാവികമായിട്ടും 10 ആൾ വരേണ്ടടുത്ത് 20 ആൾ തൊഴിലിന് വന്നു. 10 ആളെ എടുക്കുന്നുള്ളൂ, ബാക്കി 10 ആളുകൾ പിരിഞ്ഞു പോകേണ്ടി വരും. അങ്ങനെ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് തൊഴിലില്ലായ്മ ഉണ്ടാകും. ആ തൊഴിലില്ലായ്മയാണ് ഇത് ഡിസ്ഗൈസ്ഡ് അല്ലെങ്കിൽ പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇത് കാണപ്പെടുന്നത് കാർഷിക മേഖലയിലാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്നത് കാർഷിക മേഖലയിലാണ്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് അത് തന്നെയാണ് ചോദിക്കുക. ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ അനുഭവപ്പെടുന്ന തൊഴിലില്ലായ്മ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. അത് പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ തൊഴിലില്ലായ്മയാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കാലിക തൊഴിലില്ലായ്മ എന്നാണ് മലയാളം. കാലാവസ്ഥ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ആളുകൾക്ക് തൊഴിലില്ലായ്മ ഉണ്ടാകും അല്ലേ? കാലാവസ്ഥക്കനുസരിച്ച് നമുക്ക് തൊഴിൽ നഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ്ക്രീം ഉൽപ്പാദകർക്ക് വേനൽക്കാലത്താണ് കൂടുതൽ അവരുടെ ഐസ്ക്രീം ഉൽപ്പാദനം ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് അവർക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് കൂടുതൽ തൊഴിലാളികൾ ആവശ്യമായി വരും. വർഷക്കാലത്ത് അവർക്ക് ഐസ്ക്രീമിന് കൂടുതൽ ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് അതിന് കൂടുതൽ ആളുകളെയും ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലായോ? പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വർഷക്കാലമായാലും വേനൽക്കാലമായാലും ഐസ്ക്രീം എല്ലായ്പ്പോഴും നന്നായിട്ട് ചിലവായി പോകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് എക്സാമ്പിൾ പറയാവുന്ന ഒന്നുണ്ട്, കുട നിർമ്മാതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന തൊഴിലില്ലായ്മ. കുട നിർമ്മാതാക്കൾക്ക് തൊഴിലില്ലായ്മ എപ്പോഴാണ് അനുഭവപ്പെടുക? വർഷക്കാലത്താണ് ഏറ്റവും കൂടുതൽ കുടയ്ക്ക് ആവശ്യം വരിക. അപ്പോൾ എപ്പോഴാണ് പണി നടക്കുക? വേനൽക്കാലത്ത് ജോലി ഉണ്ടാവും, വർഷക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള കുട നിർമ്മാണം. വർഷക്കാലത്തേക്ക് കുട നിർമ്മാണം നടക്കുന്നുണ്ടാവില്ല. മനസ്സിലായോ? ഇതൊക്കെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആണ്. പക്ഷേ ഇതും സീസണൽ അൺഎംപ്ലോയ്മെന്റും നമുക്ക് കാർഷിക മേഖലയിലും പറയാം. ഓക്കെ, ഇന്ത്യയിലെ കാർഷിക മേഖല നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണല്ലോ ഇന്ത്യയിലെ കൃഷിരീതി എന്ന് പറയുന്നത്. കേരളത്തിലൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ വർഷക്കാലത്തെ ആശ്രയിച്ചാണ്, ഇങ്ങനെയുള്ള കാലഘട്ടത്തിലെ ആശ്രയിച്ചാണ് നമ്മുടെ നാട്ടിൽ കൃഷി രീതികളൊക്കെ നടക്കാറുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊന്നും അത്ര ഗഹനമായിട്ടുള്ള ചോദ്യമൊന്നും വരാറില്ല. ഈ ഡിസ്ഗൈസ്ഡ് അല്ലെങ്കിൽ പ്രച്ഛന്ന തൊഴിലില്ലായ്മ വൺ വേർഡ് ചോദിക്കുന്നുണ്ട്. ഇനി നിങ്ങളോട് ചോദിക്കുന്ന വിവിധ തരം തൊഴിലില്ലായ്മകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അത് എഴുതേണ്ടത് പ്രത്യക്ഷ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ, കാലിക തൊഴിലില്ലായ്മ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഘടനാപരമായ തൊഴിലില്ലായ്മ അങ്ങനെയൊക്കെ ഉണ്ട്. ഘടനാപരമായ തൊഴിലില്ലായ്മ അതായത് ഇന്ന് സാങ്കേതിക വിദ്യയുടെ മാറ്റം ഉണ്ടാവുമ്പോൾ ഒരു സ്ഥാപനത്തിൽ സാങ്കേതിക വിദ്യ മാറ്റം വരുത്തിയാൽ അവിടെ എന്തുണ്ടാവും? തൊഴിലില്ലായ്മ ഉണ്ടാകും. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ഒരു കാലത്ത് നമുക്ക് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അവിടെ ഈ ഫയലൊക്കെ അങ്ങോട്ട് ഒരു മേശപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് കൊടുക്കാനൊക്കെ നമുക്ക് തൊഴിലാളികൾ ആവശ്യമുണ്ടായിരുന്നു. അതായത് ഈ ഏറ്റവും ലോ ലെവലിൽ തൊഴിലെടുക്കുന്ന LGS എന്ന് പറയുന്ന ആളുകളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം വന്നതോടുകൂടി അത്തരം തൊഴിലുകൾ എടുക്കാൻ ആളെ വേണ്ട. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ അത്തരം തൊഴിലെടുക്കുന്ന ആളുകളൊക്കെ മറ്റു മേഖലകളിലേക്ക്, ഗവൺമെൻറ് സ്ഥാപനങ്ങളായതുകൊണ്ട് മറ്റു മേഖലകളിലേക്ക് വിന്യസിക്കും. നേരെ മറിച്ച് പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിൽ അവർ ഒഴിവാക്കുക ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. അതാണ് ഘടനാപരമായ തൊഴിലില്ലായ്മ. അതിൻ്റെ കൂടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉപകാരപ്പെടും, തീർച്ചയാണ് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇനി നമുക്ക് അടുത്ത ഒരു വിഷയവുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.